ഹലോ ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം. ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നേഴ്സിന് എത്ര സാലറി കിട്ടുമെന്ന്. സാധാരണ നേഴ്സുമാരാണ് കൂടുതലായിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരാളുടെ സാലറി കൊണ്ട് നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റുമോ, എത്രയുണ്ട് സാലറി എന്നതിനെ പറ്റി. അപ്പം പെട്ടെന്ന് നമുക്ക് നേഴ്സിന് സാലറി ഇത്രയാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. അത്തരം ഫാക്ടേഴ്സിനെ പറ്റിയും പിന്നെ ടാക്സിനെ പറ്റിയും സൂപ്പർ ആനുവേഷനെ പറ്റിയുമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിക്ചർ കിട്ടുകയുള്ളൂ. വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം. ഒന്നാമത്തെ ഫാക്ടർ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഇവിടെ സാലറി കൊടുക്കുന്നത്. അതായത് 1 തൊട്ട് 7 ഡിവിഷൻ വരെയുണ്ട്. 7 എന്ന് പറയുന്നത് ഏറ്റവും ഹൈ സാലറിയാണ് നേഴ്സുമാരിൽ. അതിപ്പം 7 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഏകദേശം ഒരേ സാലറി തന്നെയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ്. ഓരോ ലൊക്കേഷൻ അനുസരിച്ച് സാലറിക്ക് ചെറിയ വ്യത്യാസങ്ങൾ വരും. ഈ റിമോട്ടിലൊക്കെ നമ്മൾ ജോലി ചെയ്യുകയാണ്, റിമോട്ട് ഏരിയയിൽ ജോലി ചെയ്യാൻ നമുക്ക് കുറച്ച് സാലറി കൂടുതൽ കിട്ടും. ചില മെട്രോ സിറ്റികളിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് സാലറി കിട്ടും. അതുപോലെ ആയിരിക്കില്ല വേറെ റീജിയണൽ സ്ഥലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ലൊക്കേഷൻ ഒരു വലിയൊരു ഘടകമാണ്. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് സെക്ടറാണ്. നമ്മൾ ഹോസ്പിറ്റലാണോ, ക്ലിനിക്കിലാണോ, ഏജ്ഡ് കെയറിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന സാലറി. അത് ഹോസ്പിറ്റലിലൊക്കെ കൂടുതലാണ്. സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ് കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ ചില പ്രൈവറ്റ് ക്ലിനിക്കുകൾ അതിലും കൂടുതൽ കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ആളെ കിട്ടാതെ വരുമ്പോൾ അവർ കൂടുതൽ സാലറി കൊടുത്ത് അങ്ങോട്ട് ആകർഷിക്കാറുണ്ട് പലരെയും. നാലാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഷിഫ്റ്റ് വർക്ക്. നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് അനുസരിച്ച് നമുക്ക് പൈസ കൂടുതൽ കിട്ടും. സൺഡേ സാറ്റർഡേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പൈസ കൂടുതൽ കിട്ടും. നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൂടുതൽ കിട്ടും. പക്ഷേ എല്ലാ യൂണിറ്റിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഷിഫ്റ്റുകൾ കിട്ടിയില്ലെന്നിരിക്കും. ഓവർ ടൈമും ഈ ഷിഫ്റ്റിന്റെ കൂടെ തന്നെ കണക്കാകുന്ന കാര്യമാണ്. പക്ഷേ എല്ലാ യൂണിറ്റിലും എല്ലാ ഹോസ്പിറ്റലിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഓവർ ടൈം കിട്ടിയില്ലെന്നും ഇരിക്കും. അഞ്ചാമത്തെ യൂണിയൻ എഗ്രിമെന്റ് ആണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ യൂണിയൻകാരുണ്ട്. അവർ ഗവൺമെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവരൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാറുണ്ട്. ആ എഗ്രിമെന്റ് അനുസരിച്ചാണ് ഇവിടെ നഴ്സുമാർക്ക് സാലറി കിട്ടുന്നത്. ഉദാഹരണത്തിന് ക്യൂൻസ്ലാൻഡിലാണ് ഞാൻ എൻ്റെ ഉദാഹരണത്തിൽ പറയാൻ പോകുന്നത്. ക്യൂൻസ്ലാൻഡിൽ EB11 എന്നാണ് ഇപ്പോഴത്തെ ആ എഗ്രിമെന്റിന്റെ അവാർഡ് എന്നാണ് ഇവിടെ പറയുന്നത്. അവാർഡിന്റെ പേര്. ആ അവാർഡിനകത്ത് എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എത്ര സാലറി കൊടുക്കണം, എത്ര ഷിഫ്റ്റ് തമ്മിൽ എത്ര വ്യത്യാസം വേണം, അതുപോലെ തന്നെ അടുപ്പിച്ച് എത്ര ഷിഫ്റ്റ് കൊടുക്കാൻ പറ്റും, എല്ലാ വർക്കിംഗ് കണ്ടീഷൻ എല്ലാം തന്നെ അതിനകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ EB11 ആണ്. അത് 2022 തുടങ്ങിയിട്ട് 2025 അതിന്റെ കാലാവധി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് EB12 വരും. അപ്പം അതിന്റെ ഇടയ്ക്ക് യൂണിയൻകാർ പോയിട്ട് ഇതെല്ലാം അവർ വീണ്ടും ഗവൺമെന്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. സാലറി ഇൻക്രിമെന്റിനെ പറ്റി എല്ലാം പറയാറുണ്ട്. അപ്പം അതൊരു ഘടകമാണ്. ആറാമത്തെ ഗവൺമെന്റ് ഫണ്ടിങ്. ചില ഹോസ്പിറ്റലിലൊക്കെ ചിലപ്പം ഗവൺമെന്റ് കൂടുതലായിട്ട് ഫണ്ടിങ് കൊടുക്കും. ചില റിമോട്ട് ഏരിയകളിലും ചില റീജിയണൽ ഏരിയകളിലും. അത്തരം ഹോസ്പിറ്റലുകൾക്ക് ഫണ്ട് കിട്ടുന്നതനുസരിച്ചും കൂടി ഈ സാലറിയിൽ ചെറിയ വ്യത്യാസം വരാറുണ്ട്. അത് അങ്ങനെ കാണാറുണ്ട്. ഫണ്ടിങ്ങിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട്. അപ്പം ഇത്രയധികം ഫാക്ടേഴ്സ് ഒക്കെ, ഇനി വേറെ ഉണ്ട് ഫാക്ടേഴ്സ്, ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മുടെ സാലറിയെ അഫക്റ്റ് ചെയ്യും. അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് സാലറി എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ സാലറി കൂടാതെ തന്നെ പല ബെനിഫിറ്റുകളുണ്ട് നമുക്ക് ഇവിടെ ഗവൺമെന്റ് തരുന്നത്. ഒന്ന് സൂപ്പർ ആനുവേഷനാണ്. അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും 12.5% സൂപ്പർ ആനുവേഷൻ കൊടുക്കാറുണ്ട്. അതിനകത്ത് കുറച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും, ബാക്കി അവരിടും. പിന്നെ അടുത്തുള്ളത് നമുക്ക് സാലറി പാക്കേജിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ സാലറി പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെൻസ് പ്രീ ടാക്സ് ആയിട്ട്, ടാക്സിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസിന് നമുക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പൈസ നമുക്ക് തരും. അതായത് ക്യൂൻസ്ലാൻഡിലാണ് ഏകദേശം ഒരു $9,000 വരെ നമുക്ക് ടാക്സ് പിടിക്കാതെ നമുക്ക് തരും. പക്ഷെ നമ്മളൊരു എക്സ്പെൻസ് കാണിക്കണം. നമുക്കിപ്പം കോമൺ ആയിട്ട് എല്ലാവരും കാണിക്കുന്നത് റെന്റാണ് കാണിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ മോർഗേജ് ഉണ്ടെങ്കിൽ മോർഗേജ് കാണിക്കും. അപ്പം ഏകദേശം ഒരു $9,000 വരെ നമുക്ക് അങ്ങനെ ടാക്സ് പിടിക്കാതെ തരും. അതിനെയാണ് സാലറി പാക്കേജിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ള ആനുവൽ ലീവ് ലോഡിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. 17.5% ക്യൂൻസ്ലാൻഡ് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ ആനുവൽ ലീവിന് പോകുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് വർക്കോ അങ്ങനത്തെ പ്രത്യേകിച്ച് എക്സ്ട്രാ ബെനിഫിറ്റുകളൊന്നും കിട്ടിയില്ല. അപ്പം അവർ 17% എക്സ്ട്രാ സാലറി നമുക്ക് തരും. ഓരോ ആനുവൽ ലീവിനും ഒരു ദിവസം നമ്മൾ ആനുവൽ ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ദിവസത്തെ സാലറിയും പ്ലസ് 17.5% എക്സ്ട്രാ അതിന്റെ മുകളിൽ നമുക്ക് പൈസ തരും. അതിനാണ് ലീവ് ലോഡിംഗ് എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഷിഫ്റ്റ് അലവൻസ് ഉണ്ട്. ലേറ്റ് ഷിഫ്റ്റിന് ഇവിടെ അലവൻസ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റിന് അലവൻസ് ഉണ്ട്, സാറ്റർഡേ സൺഡേ ചെയ്യുന്നതിന് അലവൻസ് ഉണ്ട്, പിന്നെ ഓവർ ടൈം ഉണ്ട്. ഇതൊക്കെ നമുക്ക് ബേസ് സാലറിക്ക് പുറമെയുള്ള ബെനിഫിറ്റുകളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബേസ് സാലറി കിട്ടുന്നത് നമുക്ക് നോക്കാം. അതായത് 2 വർഷം 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സാലറിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സാലറിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ 2 പേരും സാലറികളിൽ വേറെയും ചില വ്യത്യാസങ്ങളുണ്ട്. അതായത് ഷിഫ്റ്റിനനുസരിച്ച് അവരുടെ പൈസ കൂടുകയും കുറയുകയും ചെയ്യും. അത് നിങ്ങൾ ഇപ്പം ഞാൻ സ്ക്രീനെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും.
ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന്റെ സാലറിയാണ്. സ്ട്രേറ്റ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത് ആ നേഴ്സ്. 3 to 4 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന മാക്സിമം സാലറി എന്ന് പറഞ്ഞാൽ 2248 പെർ ഫോർട്ട് നൈറ്റ്ലി. ഇത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണുമ്പോൾ ഒരു ഷിഫ്റ്റും ഇതിനകത്ത് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് സ്ട്രേറ്റ് കിട്ടിയിരിക്കുന്നത്. 76 മണിക്കൂർ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ 80 മണിക്കൂറാണ് ഒരു ഫോർട്ട് നൈറ്റിലെ ഫുൾ ടൈം എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി 4 മണിക്കൂർ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആഡിയോ എന്ന പേരിൽ 4 മണിക്കൂർ കൊടുത്തിട്ടുണ്ട്. അതിന് പൈസ ഒന്നും തന്നിട്ടില്ല. ഈ ആഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോർട്ട് നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ 4 മണിക്കൂർ അതിനകത്ത് നമുക്ക് ഓഫ് കിട്ടും. അതുപോലെ 2 ഫോർട്ട് നൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം ഒരു ദിവസം ഓഫ് കിട്ടും. അത് ഫുൾ ടൈംകാർക്ക് മാത്രമാണ് അങ്ങനെ ഒരു ഇത് തരുന്നത് ഗവൺമെൻറ്. 4 മണിക്കൂർ ഒരു ഓഫ് വരുന്നത്. ഇതിൻ്റെ സാലറി റേറ്റ് നിങ്ങൾ കണ്ടുവേണം 42ആണ്. അപ്പോൾ ഞാൻ ഈ സാറ്റർഡേ സൺഡേ ഇയാൾക്കൊരു ഷിഫ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എത്ര വ്യത്യാസം വരും നമുക്ക് കാണാൻ പറ്റും. ഒരു സാറ്റർഡേ സൺഡേ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു $300 അടുത്ത് ആഫ്റ്റർ ടാക്സ് നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് സാലറിക്കകത്ത് തന്നെ. ഒറ്റ സാറ്റർഡേ സൺഡേ ആണ് ചെയ്തതെന്ന് ഓർക്കണം. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇയാൾ തന്നെ ഒരു നൈറ്റ് ചെയ്യാന്ന് 2 നൈറ്റ് ചെയ്യാന്നിരിക്കും ഒരു ഫോർട്ട് നൈറ്റിൽ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കിയേ. 2 നൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനകത്തും ഏകദേശം ഒരു $120 അടുത്ത് വ്യത്യാസം വരുന്നുണ്ട് ഒറ്റ ഫോർട്ട് നൈറ്റിൽ തന്നെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ പോകുന്നത്. പിന്നെ വീണ്ടും ഒരു സൺഡേ കൂടെ ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി $2200 $150 എക്സ്ട്രാ കിട്ടി ഒരു സൺഡേ കൂടെ എക്സ്ട്രാ ചെയ്തപ്പോഴത്തേനും. പക്ഷേ ഇതൊക്കെ എല്ലാ യൂണിറ്റിലും കിട്ടുമെന്ന് കരുതരുത്. ഇതൊക്കെ ഓരോ യൂണിറ്റും ഓരോ ഹോസ്പിറ്റലും ഒക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഷിഫ്റ്റ് കിട്ടുന്നത്. ചിലപ്പോൾ ഒരു സാറ്റർഡേ ഒരു സൺഡേ ചിലപ്പം കിട്ടിയെന്നിരിക്കും. പക്ഷേ എല്ലാ സാറ്റർഡേ ഒന്നും കിട്ടിയാലും ഒരിക്കലും അതൊക്കെ യൂണിറ്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സാലറി ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഹയർ സാലറിയിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. 14.90 ആണ് ഇപ്പോഴത്തെ റേറ്റ്. ചേഞ്ച് ചെയ്യും. ഇനി അടുത്തതിനകത്ത് ടാക്സ് അവിടെ കാണിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഏകദേശം 25% ആണ് അതിനകത്ത് ഡിജക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ സ്ലാബ് വൈസ്ഡ് ആണ് ഇൻകം ടാക്സ് ഓസ്ട്രേലിയയിൽ. പക്ഷെ അത് ഒരു നഴ്സിന് ഏകദേശം 25 നമ്മൾ ഡിജക്ട് ചെയ്യുള്ളൂ. പിന്നെ അടുത്ത് രണ്ടാമത് വരുന്ന റെംസെർവ്, അതായത് സാലറി പാക്കേജിങ്. ഈ സാലറി പാക്കേജിങ് ഫോർട്ട് നൈറ്റ്ലി അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചൊരാഴ്ച കഴിയുമ്പോൾ തരും. പിന്നെയുള്ള സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെൻഷൻ പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് നമ്മുടെ അടുത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ എടുക്കും, ബാക്കി എംപ്ലോയേഴ്സ് കൊടുക്കും. അങ്ങനെ രണ്ടും കൂടെ കൂടിയിട്ട് ഏകദേശം ഈ ഒരാൾക്ക് 516 ഫോർട്ട് നൈറ്റ്ലി കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു വർഷം 10-13 രൂപ നമ്മുടെ സൂപ്പർ പെൻഷനിലോട്ട് പോകും. അതായത് ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ നമ്മൾ എത്രമാത്രം കൊടുക്കുന്നു എന്നനുസരിച്ച് മിനിമം 10% എണ്ണാണെങ്കിലും ഉറപ്പാണ്. ഓസ്ട്രേലിയ 10% സൂപ്പർ എല്ലാവർക്കും കൊടുക്കണമെന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് 10% നിങ്ങൾക്ക് എത്ര കളിച്ചാലും നിങ്ങളുടെ സേവിങ്ങിലോ അതായത് പെൻഷനിലോട്ട് പോകും ഓരോ വർഷവും. അപ്പോൾ ഇയാൾക്കിനൊരു സാലറി വീണ്ടും കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഫുൾ ടൈം ഹയർ സാലറി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും വ്യത്യാസം വരും. ഇത് ഒരു പാർട്ട് ടൈം കാൽക്കുലേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡിയോ എന്ന് പറയുന്ന സംഭവമില്ല. അതായത് ഒരു 0.8 ആണ് ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 64 hours ആണ് പെർ ഫോർട്ട് നൈറ്റിൽ ചെയ്യുന്നത്. ആ ഹയർ റേറ്റിൽ തന്നെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അല്ല, ഇപ്പോൾ ഒരു 3 to 4 years നേഴ്സിന് എത്ര രൂപ എന്നുള്ളതാണ് നോക്കുന്നത്. 0.8 ചെയ്താൽ തന്നെ 2500 കിട്ടും. പക്ഷെ എന്നാലും നമുക്ക് ഒരു സാറ്റർഡേയും ചെയ്ത് 2 സാറ്റർഡേ ചെയ്യുന്നുണ്ട്, ഒരു സൺഡേ 2 സൺഡേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണ് ഇത്രയും പൈസ 0.8 ചെയ്തിട്ട് കൂടി ഇത്രയും പൈസ കിട്ടുന്നത്. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇത് പോസിബിൾ അല്ല. എല്ലാ യൂണിറ്റിലും അങ്ങനെ 2 സാറ്റർഡേ 2 സൺഡേയും കിട്ടിയല്ല. അപ്പം നമുക്കത് മാറ്റിയിട്ട് ഇതിനകത്തൊരു സാറ്റർഡേ സൺഡേ ഒന്ന് മാറ്റി നോക്കാം നമുക്ക്. അപ്പോൾ ഒരു സൺഡേ മാറ്റി ഞാൻ സൺഡേ അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോഴത്തേനും എൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. അതായത് ഒരു സാധാരണ ഷിഫ്റ്റ് ചെയ്തു, അതിനകത്തൊരു നൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. പക്ഷേ സൺഡേ ചെയ്യുമ്പോഴാണ് പൈസ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. നൈറ്റ് ചെയ്യുമ്പോഴത്തേനും 25% നൈറ്റിന് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത്. അപ്പം ഇത് ആണ്. അപ്പോൾ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ചാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അതായത് നൈറ്റും സാറ്റർഡേ സൺഡേയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ പൈസ കിട്ടുള്ളൂ. സ്ട്രേറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 2200 സ്ട്രേറ്റ് ഷിഫ്റ്റ് ചെയ്ത ഒരാൾ കിട്ടിയത്. അത് ബേസ് സാലറിയാണ് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച്. അതിനകത്ത് നമുക്ക് അലവൻസ് എല്ലാം കൂട്ടിയിട്ട് പിന്നെ ഇതിനകത്ത് ടാക്സ്, പിന്നെ റെംസെർവ്, പിന്നെ സൂപ്പർ നമ്മുടെ പെൻഷൻ ഇതെല്ലാം കട്ട് ചെയ്യും. ഇവർക്കാണ് പാർട്ട് ടൈം ചെയ്യുന്നവർക്ക് ഏകദേശം 11,000 പെൻഷൻ കിട്ടുന്നുണ്ട്. ഒരു മാസം എത്ര ചെലവ് വരും എന്ന് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. ഞാൻ അതിന് തീർച്ചയായിട്ടും മറുപടി നൽകാം. അതുപോലെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കമൻറ്റിലിടുക. അത് ഞാൻ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ഓസ്ട്രേലിയൻ ജീവിതത്തിൻ്റെ ഈ വീഡിയോ കണ്ടതിൽ നന്ദിയുണ്ട്. വീണ്ടും വീഡിയോകൾ, നിങ്ങൾ ഉപകാരപ്രദമായ വീഡിയോകൾ ഇടാനാണ് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.